ഇന്ന് ലേറ്റായോ? അവൾ അകത്തേക്ക് കയറിയതും അവൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല ഏട്ടാ, ടൈം ആകുന്നതേ ഉള്ളൂ. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ആ സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചു. ഏട്ടൻ എവിടേക്ക് പോകുക? അവളെ കണ്ടിട്ട് നിർത്തിയതാകുമെന്ന് കരുതി അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എങ്ങും പോകുന്നില്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമോ അവൻ വന്നത് എന്നുള്ള ആവലാതി അവൾക്കുണ്ടായിരുന്നു. എന്തു പറ്റിയേട്ടാ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല മീനാക്ഷി. ആകെ ഒരു മരവ് പോലെയായിരുന്നു എനിക്ക്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ തല്ലിയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. ഇന്ന് വരെ ഞാനൊരു പെൺകുട്ടിയെ പോലും അപമാനിച്ചിട്ടില്ല ഒന്നിൻ്റെ പേരിലും. പക്ഷെ ഇന്ന്, അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവൾക്കും ഒരു നിമിഷം സങ്കടം തോന്നി. താൻ കാരണമാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കുറ്റബോധം അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നിന്നെ കാണാൻ വന്നത് എന്തിനാണെന്നറിയുമോ? അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. നമുക്ക് നിരഞ്ജനെ ഒന്ന് കാണാൻ പോകാം. അത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കോളേജിൽ കൊണ്ടാക്കാം. അവളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ വരും. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി. ആ കുട്ടിയെ ഫേസ് ചെയ്യാൻ എന്തോ പോലെ. നീയും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാകും. അവളെ കണ്ട് സോറി പറഞ്ഞിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് നിന്നെ ഞാൻ കോളേജിൽ കൊണ്ടുവിടാം. ദക്ഷ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് തിരിച്ച് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ അവരെ കാത്തു നിന്ന പോലെ നിരഞ്ജനയും ഉണ്ടായിരുന്നു. മീനാക്ഷി കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിയതും നിരഞ്ജന സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മീനാക്ഷിയെ കൊണ്ടുവരുന്ന കാര്യം ദക്ഷ അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവനും ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. പിന്നെ ഇരുവരും കൂടി നിരഞ്ജനയുടെ അടുത്തേക്ക് ചെന്നു. കുറേ നേരമായോ വന്നിട്ട്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല, ഇപ്പം വന്നതേ ഉള്ളൂ. അല്ല, മീനാക്ഷിക്ക് ഇന്ന് കോളേജിൽ പോകണ്ടായിരുന്നോ? മീനാക്ഷിയെ കണ്ടതും അവൾ ചോദിച്ചു. അവൾ കോളേജിൽ പോകാൻ ഇറങ്ങിയതാ. വഴി വെച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ഇനി തിരികെ കോളേജിൽ കൊണ്ടാക്കണം. അവൻ നിരഞ്ജനയെ നോക്കി മറുപടി പറഞ്ഞു. ദക്ഷേട്ടൻ മീനാക്ഷിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതല്ലേ? അവൾ സ്വയം വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവന് മനസ്സിലായില്ലെങ്കിലും മീനാക്ഷിക്ക് നല്ലതുപോലെ മനസ്സിലായിരുന്നു. താൻ അവൻ്റെ ഒപ്പം വന്നത് നിരഞ്ജനയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മീനാക്ഷിക്ക് അവളുടെ മുഖത്തു നിന്നും സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായി. അത് സാരമില്ല, ഇനി അഥവാ അവളെ കോളേജിൽ കയറ്റിയില്ലെങ്കിൽ ഞാൻ തിരികെ കൊണ്ടുപോകും. അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നാഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തന്നെ നിരഞ്ജനയ്ക്ക് മറുപടി കൊടുത്തു. അത് നിരഞ്ജനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളത് പുറത്ത് കാണിക്കാൻ നിന്നില്ല. എന്താ ഏട്ടൻ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അവൾ വിഷയം മാറ്റാൻ എന്ന പോലെ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് നിരഞ്ജന, ഇന്നലത്തെ സംഭവം. അവൻ ബാക്കി പറയാതെ നിർത്തി. ഏട്ടൻ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനതൊക്കെ ഇന്നലെ തന്നെ വിട്ടു. ഏട്ടന് അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അത് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ നിന്നും അത് പോകുന്നില്ല. വല്ലാത്തൊരു ഭാരം പോലെ. ഇന്ന് വരെ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല നിരഞ്ജന. അവൻ വിഷമത്തോടെ അവളെ നോക്കി. ഏയ് ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സത്യം. അവൾ അവൻ്റെ ഇരു കൈകളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും മീനാക്ഷിക്ക് ഒരു നിമിഷം വല്ലാതെയായി. അവളുടെ കണ്ണുകൾ നിരഞ്ജന പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളിൽ തന്നെയായിരുന്നു. 3-4 റിങ് കേട്ടതിന് ശേഷമാണ് മഹി കോൾ എടുത്തത്. എന്താ അമ്മേ? പെട്ടെന്ന് വീട്ടിൽ നിന്നും വിളിച്ചതും അവൻ പേടിച്ചു പോയിരുന്നു. അവൻ്റെ അമ്മ ആര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. പോയിട്ട് വരാൻ പറയും. അവൻ അവരോട് പറഞ്ഞതും അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവർ അത് ആരുവിനോട് പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ മുറിയിലേക്ക് ചെന്ന് അവളുടെ ഫോൺ എടുത്തു. ജിത്തേട്ടൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന അവൻ്റെ നമ്പറിലേക്ക് അവൾ കോൾ ചെയ്തു. ഹലോ, ആരോ? മറുവശത്തു നിന്നും അവൻ്റെ സ്നേഹത്തോടെയുള്ള വിളി. ജിത്തേട്ടൻ എവിടെയാ? അവൾ തിരികെ അവനോട് ചോദിച്ചു. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്തുപറ്റി? മഹി അവിടെ ഇല്ലേ? തന്നെ അവൾ വിളിക്കുന്നത് കേട്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഓഫീസിലേക്ക് പോയി. ഞാൻ ജിത്തേട്ടനെ വിളിച്ചത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ. അവൾ പറഞ്ഞതും അവൻ നെറ്റിച്ചൊളിച്ചു. എന്ത് കാര്യത്തിനായിരിക്കും അവൾ തന്നെ ഇപ്പോൾ വിളിക്കുന്നത് എന്നുള്ള സംശയം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്താ കാര്യം? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. എല്ലാം ഞാൻ നേരിട്ട് പറയാം. എനിക്ക് ജിത്തേട്ടനെ ഒന്ന് കാണണം. ഒരു 11 മണി കഴിയുമ്പോഴേക്കും ഒന്ന് വരാൻ പറ്റുമോ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്താ ഒരു കാര്യം? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവൾ തൻ്റെ തലയിലാകുമോ എന്നുള്ളൊരു ഭയം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. അത്യാവശ്യമാണ്, ഏട്ടൻ വരണം.
അയാൾ തിരികെ വരുന്നതിന് മുൻപേ എനിക്ക് വീട്ടിലേക്ക് എത്തേണ്ടതാണ്. അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. ശരി, എവിടേക്കാണ് ഞാൻ വരേണ്ടത്? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ അമ്പലമുറ്റത്തേക്ക് തന്നെ വരാനാണ് പറഞ്ഞത്. വരാം. വീട്ടിലേക്ക് പോകാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 2 ദിവസമായി പോയിട്ട്. അച്ഛനെ കവലയെ വെച്ച് കണ്ടിരുന്നു. നിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അവൻ അങ്ങനെ ചെയ്തതിന് നമ്മളെന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് ഞാൻ ആശ്വസിപ്പിച്ചു. അവൻ അവളോട് മറുപടി പറഞ്ഞു. എന്നോട് അച്ഛന് ദേഷ്യമായിരിക്കും അല്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ജിത്തേട്ടന് അറിയില്ലേ? ജിത്തേട്ടൻ അത് അച്ഛനോട് പറയാഞ്ഞ എന്താ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അവനോടുള്ള ദേഷ്യത്തിനോടൊപ്പം അച്ഛന് നിന്നോടും ദേഷ്യമുണ്ട്. നിന്റെ കാര്യം പറയാൻ സമ്മതിക്കുന്നേയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? സാരമില്ല ആരു, എല്ലാം ശരിയാകും. നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാം. അവൻ പറഞ്ഞതും അവൾ ഒന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. നിന്നെ തെറ്റുകാരിയാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആരു? അപ്പം ഞാൻ ചെയ്തതെല്ലാം പുറത്തു വരില്ലേ? നീ നിന്റെ വീട്ടുകാരുമായിട്ടും ഒന്നിക്കാൻ പാടില്ല, മഹിയായിട്ടും ഒന്നിക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ? അവനോടുള്ള വാശി എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ കഴിയൂ? അവനിൽ നിന്നും നിന്നെ അകറ്റാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ അവൻ നിന്നെ വീണ്ടും നേടിയെടുത്തു. ഇനി നിങ്ങൾ ഒന്നിക്കാൻ പാടില്ല. അതാണ് എനിക്ക് വേണ്ടത്. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ഉച്ചത്തോടെ ചിരിച്ചു. അവൾ അമ്മയോട് പറഞ്ഞതിന് ശേഷം അവനെ കാണാൻ പുറപ്പെട്ടു. അവൾ ചെന്നപ്പോഴേക്കും അവളെ കാത്തവൻ വന്നു നിൽപ്പുണ്ടായിരുന്നു. ജിത്തേട്ടൻ കുറേ നേരമായോ വന്നിട്ട്? അവനെ കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. 10 മിനിറ്റോളമായി. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഓട്ടോ ഒന്നും കിട്ടിയില്ല, അതാ താമസിച്ചത്. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. നീ എന്താ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ജിത്തേട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അവൾ അവനോട് സംശയത്തോടെ ചോദിച്ചതും അത് കേട്ട് അവനൊന്ന് ഞെട്ടി. എന്താ നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ നിന്നിൽ നിന്നും എന്ത് മറയ്ക്കാനാണ്? ജിത്തേട്ടന് മഹാദേവനെ നേരത്തെ അറിയാമായിരുന്നോ? അത് കേട്ടതും അവൻ വീണ്ടും ഞെട്ടി. അപ്പോൾ മഹി എന്തൊക്കെയോ ഇവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ ഈ ചോദ്യം വന്നത്. അവൻ സ്വയം ചിന്തിച്ചു. ജിത്തേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ വീണ്ടും ചോദിച്ചു. മഹി നിന്നോട് ജാനകിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അതിന് മറുപടി നൽകാതെ അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ചുമ്മാതല്ല നീ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചത്. എനിക്കറിയാമായിരുന്നു അവനെ ന്യായീകരിച്ച് ഈ കാര്യം നിന്നോട് പറയുമെന്ന്. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. അതിനവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും ഒരിക്കൽ നീ ഈ ചോദ്യം ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആരു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ജാനകി എൻ്റെ പെങ്ങൾ, ഒരേ ഒരു പെങ്ങൾ. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന് മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ സ്കൂളിലും കോളേജിലും അവൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് ദേവനെ പരിചയപ്പെടുന്നത്. അവൻ പെട്ടെന്ന് മഹി എന്നുള്ള പേര് തിരുത്തി ദേവൻ എന്ന് പറഞ്ഞതും മഹി അവളോട് അവൻ ദേവൻ എന്നാണ് മഹിയെ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞ കാര്യം ഓർത്തു. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അതേ ബെഞ്ചിൽ വന്നിരുന്ന അവനോട് എനിക്ക് എന്തോ ഒരു അടുപ്പവും ഇഷ്ടവും ഒക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ അവനുമായിട്ട് കൂട്ടാകുന്നത്. എൻ്റെ വീട് കോളേജിന് അടുത്തായതുകൊണ്ട് തന്നെ മിക്കവാറും അവൻ എൻ്റെ വീട്ടിൽ വരും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജാനകി മോൾക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട്. അങ്ങനെ അവൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ +2 കഴിഞ്ഞപ്പോൾ ജാനകി മോളെ ഞങ്ങളുടെ അതേ കോളേജിൽ തന്നെ ആക്കുന്നത്. എന്നേക്കാൾ അവൾക്ക് ഇഷ്ടവും കാര്യവും അവളുടെ ദേവേട്ടനോടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല അവൾ അവനെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തല്ല, മറിച്ച് മറ്റൊരു സ്ഥാനത്താണ് കാണുന്നതെന്ന്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു, പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ഒരിക്കൽ അവളുടെ കൂട്ടുകാരിയോട് അവൾ ഫോണിൽ കൂടി ദേവനെ ഇഷ്ടമാണെന്ന് പറയുന്നതാ ഞാൻ കേട്ടത്. അവൾ ഫോൺ വെച്ചപ്പോൾ കാണുന്നത് എന്നെയാണ്. അന്ന് അവൾ എന്നോട് ഒരുപാട് സോറി ചോദിച്ച് കരഞ്ഞു. അവനെ ഇഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ അവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അവനോട് തുറന്നു പറയാൻ. എനിക്ക് അവനോട് പറയണമെന്നുണ്ടായിരുന്നു ജാനകി മോളുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ എന്തുകൊണ്ടോ അത് അവൾ തന്നെ പറയട്ടെ എന്ന് ഞാനും കരുതി. എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. കാരണം അതുവരെ എൻ്റെ ജീവിതത്തിൽ അതുപോലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെൻ്റെ പെങ്ങളുടെ ജീവൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ തന്നെയാണ് അവളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് അവൻ്റെ അടുത്തേക്ക്. അവൾ തന്നെ അവളുടെ മനസ്സിലുള്ള അവളുടെ ദേവേട്ടനോടുള്ള ഇഷ്ടം തുറന്നു പറയട്ടെ എന്ന് കരുതി. പക്ഷെ അവിടെ ചെന്ന് അവൾ അവനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പെങ്ങളെ തല്ലി പറഞ്ഞു വിട്ടു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ തല്ലിയത് അവൾക്ക് സഹിക്കുമോ? അത് മറ്റൊരു പെണ്ണിന് വേണ്ടി.
അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മറ്റൊരു പെണ്ണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവളുടെ മനസ്സിൽ കൂടി തലേന്ന് മഹി അവളെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കടന്നുപോയി. മഹി പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതെ, അവൻ്റെ മനസ്സിൽ വേറൊരുത്തിയായിരുന്നു. ശരി, അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നിരിക്കട്ടെ, അതെൻ്റെ ജാനകി മോളെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ. അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞുള്ള പക്വതയൊക്കെ അവൾക്കുണ്ടായിരുന്നു. അവൻ പറഞ്ഞാൽ അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തേനെ. പക്ഷെ അതൊന്നും ദേവൻ അപ്പോൾ ചെയ്തില്ല. ഒരുത്തിക്ക് വേണ്ടി എൻ്റെ മോളെ അവൻ തല്ലി. കോളേജിലെ കുട്ടികൾ മുഴുവൻ നോക്കി നിൽക്കെ അവളെ കൈവെള്ളി കൊണ്ടു നടന്ന ദേവൻ തന്നെ തല്ലിയപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. അതുകൊണ്ടല്ലേ എൻ്റെ ജാനകി മോള്. അവൻ ബാക്കി പറയാതെ നിർത്തി. ഇനി നീ പറ, അവൻ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ സത്യം? നിനക്കെന്താ തോന്നുന്നത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾക്കതിനൊരു മറുപടി ഇല്ലായിരുന്നു. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. എനിക്കറിയാം, ഇതൊന്നും അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയും നിനക്ക് സംശയം മാറിയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമല്ലെങ്കിൽ നീ അവനോട് ചോദിച്ചു നോക്ക്, അവനെൻ്റെ മോളെ തല്ലിയായിരുന്നോ എന്ന്. അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അയാൾ ആരെയാ സ്നേഹിച്ചിരുന്നത്? ആർക്കു വേണ്ടിയാ അയാൾ ജാനകിയെ തല്ലിയത്? അതിന് മറുപടി പറയാതെ അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ ഞെട്ടി. താൻ അത്രയും പറഞ്ഞതും അവളുടെ മനസ്സിലുടക്കിയത് അവൻ മറ്റൊരു പെണ്ണിനെ പ്രണയിച്ചിരുന്നു എന്നതാണ്. താനതറിയാതെ പറഞ്ഞു പോയതുമാണ്. ദേവൻ സ്നേഹിച്ചിരുന്നത് അവളെ തന്നെയാണെന്ന് താൻ പറഞ്ഞാൽ അപ്പോൾ താനിതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവളോട് ഇഷ്ടം കാണിച്ചതെന്ന് അവൾ കരുതില്ലേ? അതുകൊണ്ട് തനിക്കതൊന്നും അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ വേണം സംസാരിക്കാൻ, അവൻ സ്വയം ചിന്തിച്ചു. ജിത്തേട്ടനറിയില്ലേ അയാൾ ആരെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്? അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു. ഇല്ല അരു, അതാരാണെന്ന് എനിക്കറിയില്ല. അവൻ വേറൊരാളെ സ്നേഹിച്ചിരുന്നുവെന്നറിയാം, പക്ഷെ അത് ആരാണെന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അവൾക്ക് അതുകൂടി കേട്ടപ്പോൾ മനസ്സിലായി ജിതേന്ദ്രൻ എന്തൊക്കെയോ തന്നിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ജിത്തേട്ടൻ പിന്നെ അയാളോട് സംസാരിച്ചിട്ടില്ലേ? അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ നിന്നില്ലേ? അവൾ വീണ്ടും അവനോട് ചോദിച്ചു. ഇല്ല, എനിക്കവനോട് ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. എൻ്റെ ജാനകി മോള് മരിക്കാൻ കാരണം അവനല്ലേ? പിന്നെ എന്തിനു ഞാൻ അവനോട് സംസാരിക്കണം? അവളെ അവൻ തല്ലുന്നത് കണ്ട കുട്ടികളുണ്ട്. അവൻ വീണ്ടും പറഞ്ഞതും ആരുവിന് പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയിരുന്നില്ല. ദേവൻ നീയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവർ തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ് ബന്ധമെന്നറിയാൻ വേണ്ടി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, പക്ഷേ അയാൾക്ക് എന്തൊക്കെയോ എന്നോട് പറയണമെന്നുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഒരു നിമിഷം ഞെട്ടി. അവൻ എന്തു പറഞ്ഞാലും നീ അതേപടി വിശ്വസിക്കരുത്. നിന്നോടുള്ള വാശി തീർക്കാൻ മാത്രമല്ല അവൻ നിന്നെ വിവാഹം കഴിച്ചത്, അതെന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ ഭാഗം ജയിക്കാൻ അവൻ എന്ത് കള്ളത്തരവും നിന്നോട് പറയും. അത് നീ വിശ്വസിച്ചാൽ അവിടെ അവനായിരിക്കും ജയിക്കുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ജിത്തുവിൻ്റെ ഭാഗം കേട്ടു. ഇനി അയാൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് കേൾക്കണം. ഇത്രയും അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ ഇപ്പോൾ ശത്രുക്കളായിട്ട് മാറിയതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ട്? മഹിയുമായിട്ട് നീ ഇപ്പോൾ എങ്ങനെയാ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. കുഴപ്പമില്ല, പഴയതുപോലെ തന്നെയാണ്. അമ്മയും മീനാക്ഷി നല്ല സ്നേഹമാണ്. അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജിത്തേട്ടൻ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്നുള്ള സംശയം എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ അയാൾ പറഞ്ഞപ്പോൾ പോലും ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ എന്തു പറഞ്ഞാലും നീ അതേപടി ഒന്നും വിശ്വസിക്കരുത്. നിന്നോടുള്ള വാശി തീർക്കാൻ മാത്രമല്ല അവൻ നിന്നെ വിവാഹം കഴിച്ചത്, അത് എന്നോടുള്ള വാശി തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് കള്ളത്തരവും നിന്നോട് പറയും. അത് നീ വിശ്വസിച്ചാൽ അവിടെ അവനായിരിക്കും ജയിക്കുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ജിത്തേട്ട അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്. അന്ന് അയാൾ എൻ്റെ ചേച്ചിയെ എവിടേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്? ചേച്ചി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിച്ചറിയായിരുന്നു. വിളിക്കാന്ന് വെച്ചാൽ അച്ഛൻ സമ്മതിക്കുകയുമില്ല. ജിത്തേട്ട് സമയം കിട്ടിയാൽ ചേച്ചിയുടെ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. ഇപ്പോൾ ചോദിക്കാമെന്നുള്ള രീതിയിലായിരുന്നു അവൻ തലയാട്ടിയത്. ജിത്തേട്ടനും അയാളും പറഞ്ഞത് തമ്മിൽ എന്തൊക്കെയോ സാമ്യമുണ്ട്, അതുപോലെ തന്നെ പൊരുത്തക്കേടുകളും. ഇതിനിടയിൽ നിന്ന് ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും സംഭവിച്ചതെന്ന് തോന്നുന്നു. എല്ലാ സത്യങ്ങളും ഉടനെ തന്നെ കണ്ടെത്തണം. അതിനു മുൻപേ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അയാൾ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആരാണെന്ന്. അതയാൾ പറഞ്ഞതുപോലെ ഞാൻ തന്നെയായിരിക്കുമോ, അതോ മറ്റൊരു പെൺകുട്ടിയോ? അവൾ മനസ്സിൽ സ്വയം ചിന്തിച്ചു.